സർവമായ നിവിൻ പോളിയുടെ നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന സാധാരണക്കാരനായ നിവിൻ പോളി എന്നുള്ള ആ ഒരു ഇമേജ് തിരിച്ചുകൊണ്ടുവന്ന സിനിമയാണ്. അജു വർഗീസ് നിവിൻ പോളി കോംബോ നമ്മൾ മുൻപ് കണ്ട പോലെയല്ല, ഒരു വെറൈറ്റി രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് അവരുടെ ഒരു പെയറിങ്ങിൻ്റെ യാതൊരു റിപ്പീറ്റേഷനും ഇല്ലാത്തൊരു മൂവിയാണ്. പിന്നെ ഇത് ഒരു ഭയങ്കര ചിന്തിക്കുന്ന കഥയൊന്നുമല്ല, പക്ഷേ 2-2.25 മണിക്കൂർ നമ്മൾ ഇമോഷണലി സിനിമക്കകത്ത് നമ്മളെ അങ്ങ് ഇരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ മേക്കിങ്ങിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 2 നായികമാരുണ്ട്. 2 നായികയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അവരുടെ നിവിനുമായിട്ടുള്ള അവരുടെ കെമിസ്ട്രി നല്ല രസമുണ്ടായിരുന്നു സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ഹൊറർ കോമഡിയാണ് ഇതിൻ്റെ ജോണർ എന്ന് അവരെ മേക്കേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ജംപ് സ്കെയറോ നമ്മളെ ഞെട്ടിക്കുന്ന സീനുകളോ അങ്ങനെയല്ല. കുട്ടികളും കുടുംബവുമായിട്ട് തന്നെ കാണാൻ നമുക്ക് തിയേറ്ററിൽ കാണാൻ തിരഞ്ഞെടുക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് സർവ്വമായ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ നന്നായിട്ട് ഇമോഷണലി സിനിമയ്ക്കകത്ത് കണക്റ്റ് ആവും. അതിലെ ഓരോ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ബാക്കി കൂടെയുള്ള സഹനടന്മാരെല്ലാവരും ആണെങ്കിലും, ഇപ്പോൾ അജു നിവിൻ കൂടെ അല്ലാതെ ജനാർദ്ദനൻ, അതുപോലെ അൽത്താഫ്, വിനീത്, ഇങ്ങനെ ഒരുപാട് നടന്മാരുടെ ഒരു പെർഫോമൻസ് ഈ സിനിമയ്ക്കകത്ത് കാണാൻ സാധിച്ചു. സിമ്പിളായിട്ടുള്ള സ്റ്റോറി ലൈനാണ്, പക്ഷേ നമുക്ക് ആ ഒരു വളരെ ഫ്രഷ് ഫീലായിട്ട് തന്നെ സിനിമയ്ക്കകത്ത് നമ്മളെ സമയം നമുക്ക് പോകുന്ന അറിയാത്ത രീതിയിൽ അത് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഒരു അക്കാദമി അല്ലെങ്കിൽ ഒരു അവാർഡ് കൈൻഡ് ഓഫ് മൂവീസ് ചെയ്തിട്ട് നിവിൻ പോളി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു പഴയകാല നിവിൻ പോളിയുടെ ഒരു സാധാരണക്കാരനായ മിഡിൽ ക്ലാസ്സുകാരനായ നിവിൻ പോളിയുടെ ഒരു ഇമേജ് ഈ സിനിമയ്ക്കകത്തേക്ക് വരുന്നത്. അത് ഡയറക്ടർ വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിനകത്ത് വർക്ക് ആയിട്ടുണ്ട്. അത് കോമഡി, ഹ്യൂമർ, ടൈമിങ് മുതൽ അതിൻ്റെ ഇമോഷണലായിട്ടുള്ള പാസ്റ്റ് പറയുന്ന സീനുകൾ, പിന്നെ അതൊക്കെ വളരെ നമ്മളെ ശരിക്കും ടച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ പെർഫോം ചെയ്യാനും സ്ക്രീനിലേക്ക് എത്തിക്കാനും അതിൻ്റെ മേക്കേഴ്സിനും അഭിനേതാക്കൾക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസൺ എന്തുകൊണ്ടും ഫാമിലിയുടെ ഫസ്റ്റ് ചോയ്സ് ഈ സിനിമ തന്നെയായിരിക്കും. അത് നിവിൻ പോളി, അജു വർഗീസ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, ആ കഥയുടെ ഒരു പ്രത്യേകത കൊണ്ടും സാധാരണ ഹൊറർ കോമഡിയിൽ നിന്നും ഇത് വളരെയധികം ഇമോഷണലി കണക്ട് ചെയ്യുന്ന അങ്ങനെ ഒരു വ്യത്യസ്തത കൂടിയുള്ളതുകൊണ്ടും ഫാമിലിക്ക് എന്തായാലും ഈ ചിത്രം തന്നെയായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സർവ്വമായ കാണുക. നിങ്ങളുടെ ഫാമിലിയായിട്ട് തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയായിരിക്കും ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.